ഹലോ, ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു യാത്രയിലാണ്. കഴിഞ്ഞ 25 കൊല്ലത്തോളമായിട്ട് മനസ്സിൽ കയറിയ ഒരു ആഗ്രഹ സഫലീകരണത്തിൻ്റെ യാത്ര. ഈ യാത്രയിൽ എന്നോടൊപ്പം ഉള്ളത് എൻ്റെ അമ്മയും സുധിയേട്ടൻ്റെ അമ്മയും ഞങ്ങളുടെ കൂട്ടുകാരൻ അരുണുമാണ്. ഞങ്ങൾ രാത്രിയിൽ 10 മണിക്കാണ് യാത്ര തുടങ്ങിയത്. ഈ കാണുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്ങോട്ടാണ് ഞങ്ങളുടെ യാത്രയെന്ന്. അതെ, ഗുരുവായൂരപ്പനെ കാണാനുള്ള യാത്ര. 2ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഉണ്ണിക്കണ്ണൻ്റെ കുറുമ്പിൻ്റെ കഥകൾ കേട്ട് കണ്ണനെ കാണണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ കയറിയതാണ്. എന്നാൽ അതിനായിട്ട് ഇത്രയും നാൾ ഞാൻ കാത്തിരിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയില്ല. ചെറുപ്പത്തിൽ എൻ്റെ ഈ ആഗ്രഹം ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാർ എന്നെ കൊണ്ടുപോകാമെന്ന് വാക്ക് തന്നെങ്കിലും പല സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അവരുടെ കൂടെ ഗുരുവായൂരപ്പനെ കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. ഇതുതന്നെയായിരുന്നു സുധിയേട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷവുമുള്ള അവസ്ഥ. എന്തായാലും ഈ വട്ടത്തെ എൻ്റെ വെക്കേഷൻ്റെ മെയിൻ ഉദ്ദേശങ്ങളിലൊന്ന് ഇതുതന്നെയായിരുന്നു. 10 ദിവസത്തോളം നോയമ്പ് നോറ്റിട്ടാണ് ഞാൻ എൻ്റെ കണ്ണനെ കാണാൻ ഇവിടെ എത്തിയത്. ഇത്രയും നാൾ വൈകിയാണ് കണ്ണൻ്റെ ദർശനം എനിക്ക് കിട്ടിയതെങ്കിലും നടക്കിൽ നിന്ന് നന്നായി എനിക്ക് ഉണ്ണിക്കണ്ണനെ നിർമ്മാല്യ സമയത്ത് കാണാൻ പറ്റി. നന്നായി മനസ്സ് നിറയുവോളം തൊഴുതു. സങ്കടങ്ങളും പരിഭവങ്ങളും ആഗ്രഹങ്ങളും മനസ്സ് തുറന്നു പറഞ്ഞു. അവസാനം മനസ്സ് നിറഞ്ഞാണ് ഞാൻ കണ്ണൻ്റെ മുന്നിൽ നിന്ന് തിരിച്ചിറങ്ങിയത്. പിന്നെ പതിവ് പോലെ ക്ഷേത്രദർശനം കഴിഞ്ഞാൽ ഒരു മസാല ദോശയും ഫിൽറ്റർ കോഫിയും, അത് തരുന്നൊരു ഫീൽ അതൊന്ന് വേറെ തന്നെയാണ്. അവിടെ ഞങ്ങൾ നേരെ പോയത് ഗുരുവായൂരുള്ള ആനക്കൊട്ടിലേക്കാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. അഡൽട്ടിന് 20 രൂപയാണ് എൻട്രി ഫീസ്. ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾ ആദ്യം കാണുന്നത് കരിവീരനെ കുളിപ്പിക്കുന്ന ഈ കാഴ്ചയാണ്. എത്ര അനുസരണയോടെയാണ് ഇവർ നിന്ന് കുളിക്കുന്നത്. തൊട്ടടുത്ത് നിന്ന് അവൻ്റെ കൂട്ടുകാരനും കുളിക്കുന്നുണ്ട്. ചൂടിൻ്റെ കാഠിന്യം കൊണ്ടായിരിക്കും ഇവർ വളരെ ശാന്തമായി നിന്ന് കുളിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നോ എൻട്രി ആണ്. എന്താണ് കാരണമെന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞത് അവിടെ നിൽക്കുന്ന ആനകൾ കുറച്ച് പിശകാണെന്നും അവന്മാരുടെ അടുത്തേക്ക് പബ്ലിക്കിനെ വിടാൻ പറ്റില്ല എന്നുമാണ്. അവനെക്കുറിച്ച് സൂം ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് സംഭവം ശരിയാണെന്ന് മനസ്സിലായി. അവൻ ശരിക്കും ഡിസ്റ്റർബ്ഡാണ്. ഇവൻ്റെ ചേഷ്ടകൾ നോക്കി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഈ സുന്ദരി കുട്ടിയുടെ അടുത്തേക്കായിരുന്നു. ഇവളുടെ പേരാണ് ലക്ഷ്മിക്കുട്ടി. പാപ്പാൻ ഈ കരിവീരന് പഴം കൊടുക്കുന്നത് കണ്ടോ? എത്ര ശ്രദ്ധയോടുകൂടിയാണ് അവൻ ആ പഴം തുമ്പിക്കൈ കൊണ്ട് നിലത്തുനിന്ന് എടുത്തു കഴിക്കുന്നത്. കൂട്ടത്തിൽ ഇവനായിരുന്നു ഡാൻസുകാരൻ. അവൻ്റെ വെറൈറ്റി സ്റ്റെപ്സ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഇവൻ വലിയ കുറുമ്പനാണെന്നാണ് പാപ്പാൻ ഞങ്ങളോട് പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ ആനക്കുളം. ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ കുളം നിറയെ വലിയ മീനുകളുണ്ടായിരുന്നു. പാപ്പാന്മാരുടെ അഭിപ്രായത്തിൽ കൂട്ടത്തിൽ തലയെടുപ്പുള്ള കൊമ്പൻ ഇവനാണ്. അവൻ്റെ കൊമ്പിൻ്റെ നീളവും തുമ്പിക്കൈയുടെ ഭംഗിയും കണ്ടപ്പോൾ ഞങ്ങൾക്കും അത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ വീഡിയോ എടുത്ത് നടന്ന ഞങ്ങൾക്ക് ഇവൻ്റെ വക ഒരു സ്പെഷ്യൽ സലാമും കിട്ടി. ഏകദേശം 25 പനയുടെ ഓലയോളം വേണം ഇവിടെയുള്ള ആനക്കുട്ടന്മാർക്ക് ഒരു ദിവസം ആഹാരമായിട്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ആനക്കുട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വരുന്ന പുതിയൊരു അതിഥി. പിന്നെ അവനൊരു ഹായ് കൊടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഗുരുവായൂരിലെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം വേറൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ?